കയ്യെത്തും ദൂരത്ത്. രചന ആസിയ പൊന്നൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്തായി തീരുമാനം? താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അംബിക ചോദിച്ചതും സത്യൻ ലക്ഷ്മിയമ്മയും നോക്കി. എന്നായാലും അതൊക്കെ അവൾക്ക് അവകാശപ്പെട്ടതല്ലേ. ഒരു ഭാഗം വെപ്പ് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എൻ്റെ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. അവർ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ കൊടുത്തേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചു പോകുന്ന അമ്മയെ നോക്കി സത്യൻ വേദനയോടെ നിന്നു. സമ്മതം. പക്ഷേ ഭാഗം വെപ്പ് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. കുറച്ച് സമയം വേണം. സത്യൻ അനിഷ്ടത്തോടെ പറഞ്ഞതും അംബികയുടെ മുഖമിടന്നു. ശരി, 1 മാസം. അതിനുള്ളിലെല്ലാം കഴിഞ്ഞിരിക്കണം. പിന്നെ ഈ തറവാട് കൂടി അവളുടെ പേരിലാക്കിയേക്കണം. ഒരു കൽപ്പന പോലെ പറഞ്ഞുകൊണ്ട് പോകുന്ന അംബികയെ നോക്കി ദേഷ്യത്തോടെ സത്യം നിന്നു. എന്താ സത്യം ഇത്? നിങ്ങളുടെ കുട്ടിയിലല്ല, സ്വത്തിലാണ് അവരുടെ കണ്ണ്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെന്തിനാ ഈ വിവാഹം നടത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെന്ന്. ഈ തറവാട് അവർ ചോദിച്ചത് പഴയതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഹേമയുടെ ചേട്ടൻ നന്ദൻ സത്യനോടായി പറഞ്ഞു. സത്യൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. രുദ്രമോളുടെ തീരുമാനമാണ് ഏട്ടാ ഇത്. അവൾ വേണ്ടെന്ന് പറയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹേമ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. ശ്രീദേവിയുടെ പേരിലെ സ്വത്തെന്ന് പറയുമ്പോൾ ഈ കാണുന്നതിൻ്റെയൊക്കെ നേർപകുതി. എൻ്റെ ഭഗവാനെ, എങ്ങനെ നോക്കിയാലും ഒരു 19 കോടിയുടെ സ്വത്തുണ്ടാവും. ഈ നശിച്ചതിനൊക്കെ ആരെ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? 19 കോടിയെ ഓർത്തിട്ടിൻ്റെ തല കറങ്ങുന്നു. മുറിയിലിരുന്ന് നിത്യയോട് വിരലെണ്ണി കണക്കെടുത്തുകൊണ്ട് ഓരോന്നോ പറയുകയായിരുന്നു വർഷ. എന്തൊക്കെയായിരുന്നു? മഹിയെ കൊണ്ട് എന്നെ കെട്ടിക്കും, സൂര്യയെ കൊണ്ട് നീതുവിനെ കെട്ടിക്കും. അങ്ങനെ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ അധീനതയിലാവും. എന്നിട്ടിപ്പോൾ എന്തായി? ഏതോ തെരുവിൽ കിടന്നവരൊക്കെ വന്ന് ഒക്കെ കൊണ്ടുപോകാൻ പോവാ. നിത്യ ഇഷ്ടക്കേടോടെ പറഞ്ഞതും വർഷ താടിക്ക് കൈയും കൊടുത്തിരുന്നു. ആ പെണ്ണിന് വല്ല അവിഹിതമുണ്ടെന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയാലോ? അവർ ആവേശത്തോടെ ചോദിച്ചതും നിത്യ അവർ അടിമുടിയും നോക്കി. അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ. അവൾ ഇവിടുത്തെ പൊന്നോമനയാണെന്ന് മറക്കണ്ട. പിടിക്കപ്പെട്ട അച്ഛൻ പോലും പെങ്ങളുടെ വശത്തേ നിൽക്കൂ. പിന്നെ അമ്മയുടെ ഇളയ സന്തതി ഉണ്ടല്ലോ, ആ നീതു. അവളുടെ ചെവിയിലെങ്ങാനും കിട്ടിയ അവളത് ഹേമാൻറ്റിയുടെ കാതിലെത്തിക്കും. നിത്യ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അവരുടെ മുഖമങ്ങ് വാടി. എന്നാലും സ്വത്തിൻ്റെ നേർപകുതി എന്നൊക്കെ പറയുമ്പോൾ. വർഷ പാതിയിൽ നിർത്തിയതും നിത്യ അവരെ നോക്കിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. സ്വത്ത് ഭാഗം വെക്കാൻ 1 മാസം സമയമില്ലേ? അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഇപ്പോഴേ അതോർത്ത് തലപോക്കണ്ട. അതും പറഞ്ഞ് എണീറ്റ് പോകുന്ന നിത്യയെ വിടർന്ന മുഖത്തോടെ അവർ നോക്കി നിന്നു. വിവാഹത്തിനായി വീടാകെ ഒരുങ്ങിക്കഴിഞ്ഞു. കിച്ചുവും ഫിദയും രുദ്രയുടെ അടുത്തേക്ക് പോവാതെ അലങ്കാരപ്പണികളിൽ ഏർപ്പെട്ടു. രാത്രിയായപ്പോഴേക്കും അല്ലുവും എത്തിയിരുന്നു. എന്തോ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ അല്ലു വന്നതൊന്നും ഫിദ അറിഞ്ഞില്ല. ഏതോ ലോകത്തെന്ന പോലെ അവൾ കിച്ചുവിനൊപ്പം ഓരോ ജോലിയിൽ ഏർപ്പെട്ടു. കൃഷ്ണമോളെ, ആ സൂര്യനോടൊന്ന് പോയി ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ വാങ്ങി വരാൻ പറയൂ. വേഗം വേണം, കലവറയിലേക്കുള്ള സാധനങ്ങളാ. ഹേമ കിച്ചുവിനോട് പറഞ്ഞതും അവൾ ജോലി നിർത്തി ലിസ്റ്റ് വാങ്ങി മുകളിലേക്ക് പോയി. സൂര്യന്റെ മുറി തുറന്ന് കിടക്കുന്ന കണ്ടതും അവൾ നേരെ അകത്തേക്ക് പോയി. അവിടെ അവൻ ഉണ്ടായിരുന്നില്ല. അവൾ ചുറ്റും നോക്കിയതും ബാത്റൂമിലെ ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് വന്നു. ഒരു ടർക്കി മാത്രം ധരിച്ചാണ് അവൻ്റെ നിൽപ്പ്. മുടിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റി വീഴുന്നുണ്ട്. അമ്മ! അവളെ കണ്ടതും മാറിൽ കൈപ്പിണച്ചുകൊണ്ട് അവൻ അലറിയതും അവൾ തിക്കി പിന്നോട്ട് മാറി. എന്താണോ കിടന്ന് അലറുന്നേ? യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ചോദിച്ചതും അവൻ അവളെ ചൂഴ്ന്നു നോക്കി. നിനക്ക് നാണോ മാനൊന്നുമില്ല കൊച്ചെ, കുളിച്ച കുളത്തിൽ നിൽക്കുന്ന എന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. സൂര്യൻ അവളോട് ദേഷ്യപ്പെട്ടതും അവൾ നെറ്റി ചുളിച്ചു. ഇതുകൊടുത്തോണ്ട് എൻ്റെ മുന്നിൽ നിൽക്കാൻ ഇയാൾക്കില്ലാത്ത നാണെന്തിനാ എനിക്ക്? അവളുടെ സംസാരം കേട്ടതും അവൻ അടിമുടി വിറച്ചു കയറി. എന്തോ നോക്കി നിൽക്കുവാടി, ഒന്ന് ഇറങ്ങിപ്പോ കൊച്ചേ. അവൻ കൈകൂപ്പി പറഞ്ഞതും അവൾ അവനെ നോക്കിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങി. അവനൊന്ന് ശ്വാസം വിട്ടതും അവൾ എന്തോ ഓർത്ത പോലെ തിരികെ വന്ന് ലിസ്റ്റ് അവിടെ വെച്ചിട്ട് തിരിഞ്ഞടന്നു. നോക്കി നിൽക്കാതെ ആ ലിസ്റ്റുകളുടെ സാധനം പോയി വാങ്ങാൻ നോക്ക്. തിരിഞ്ഞടക്കുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞതും അവൻ ഓടിപ്പോയി വാതിലടച്ച് നെഞ്ചിൽ കൈവച്ചു. കല്യാണമൊക്കെ ആയിട്ടും ആർക്കൊരു ഉത്സാഹമില്ലായിരുന്നു. എങ്കിലും ഫിദ രുദ്രയുടെ കയ്യിൽ നിറച്ചും മൈലാഞ്ചി ഇട്ടു കൊടുത്തു. പരസ്പരം അവരൊന്നും മിണ്ടിയില്ല. ഇടക്കൊക്കെ അവൾ അപ്പുവിനെ കെട്ടിപ്പിടിച്ച് നിശബ്ദമായി കരയുന്ന കാണാം. അവനതൊന്നും അറിയാതെ ചേച്ചിയുടെ വിവാഹം അടിച്ചു വിളിക്കുന്ന തിരക്കിലായിരുന്നു. ഋഷിയുടെ കാളുകൾ പലമുറ വന്നെങ്കിലും അവനോട് സംസാരിക്കാനോ അത് അറ്റൻഡ് ചെയ്യാൻ അവൾ കൂട്ടാക്കിയില്ല. വർഷയും നിത്യയും രുദ്രയ്ക്ക് അണിയാനുള്ള ആഭരണങ്ങളെ കണക്കെടുപ്പ് നടത്തുമായിരുന്നു. നീതുവാണെങ്കിൽ അപ്പുവിനൊപ്പം കളിച്ച് നടക്കുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴും അല്ലുവിനെ അവിടെ കണ്ട ഫിദ ഒന്ന് ഞെട്ടി. മനസ്സ് ശാന്തമല്ലാത്തതുകൊണ്ട് അവൾ അവന് മുഖം കൊടുക്കാതെ മാറി നടന്നു. മഹി ഹാളിൽ ഒരു വശത്ത് നിന്ന് രുദ്രയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അവന് നേരെ നീളുന്ന അവളുടെ കണ്ണുകൾ അവൻ കണ്ടെന്നറിയുമ്പോൾ പിടച്ചിലൂടെ പിൻവലിക്കുന്ന ഒരു കുസൃതി ചിരിയോടെ അവൻ നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് യാതൊരു നിരാശയുമില്ലാത്ത അവളെ തളർത്തി. സന്തോഷത്തോടെ അവളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്ന അവനെ കാണുമ്പോൾ കാരണമില്ലാത്തൊരു വേദന അവളിൽ ഉടലെടുത്തു. എന്തുകൊണ്ടോ കണ്ണുകൾ നിറഞ്ഞു. അവരെ നോക്കാനുള്ള ശക്തി ഇല്ലാതായി എന്ന് തോന്നിയപ്പോൾ അവൾ മുറിയിലേക്ക് പോയി. അടുത്ത ബന്ധുക്കളുടെ വരവും പോക്കുമൊക്കെയായി ആ ദിവസവും കഴിഞ്ഞു.
ഇന്നാണ് വിവാഹ ദിവസം. എല്ലാവരും അണിഞ്ഞൊരുങ്ങി. അംബിക നൽകിയ പട്ടുസാരി ഉടുത്ത് സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങി. മുത്തശ്ശി അവളെ കണ്ണു തട്ടാതിരിക്കാൻ ഒഴിഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചതും അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. എന്തുകൊണ്ടോ ഒരു തുള്ളി കണ്ണുനീര് പോലും അവളുടെ കണ്ണിൽ നിന്ന് വന്നില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റിയതാണോ, മനസ്സ് ഉറച്ചു പോയതാണോ അറിയില്ല. ഹേമക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ സത്യന് നേരെ നടന്നു. വീടിന് മുന്നിലായിരുന്നു മണ്ഡപം ഒരുക്കിയിരുന്നത്. സത്യൻ അവളുടെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കണ്ണീർ വാർത്തിരിക്കുന്ന അച്ഛമ്മയെ കണ്ടതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വിധിക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് സത്യന്റെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറി. കൂപ്പ് കൈകളോടെ എല്ലാവരെയും വടങ്ങിക്കൊണ്ട് അവൾ മണ്ഡപത്തിലേക്ക് ഇരുന്നു. അടുത്തിരുന്ന് ഋഷി ചിരിയോടെ ഉറ്റുനോക്കുന്നുണ്ടെങ്കിലും തിരിച്ചൊരു നോട്ടം പോലും അവളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. താലി ചാർത്തിക്കോളൂ. തിരുമേനിയുടെ വാക്കുകൾ കേട്ടതും രുദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുകൾ ചതിക്കുമെന്ന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ട പലതും കാണുമ്പോൾ മനസ്സ് കൈവിട്ടു പോകുമോ എന്നവൾ ഭയന്നു. അത്യധികം ആഹ്ലാദത്തോടെ അംബിക താലിയെടുത്ത് ഋഷിക്ക് നേരെ നീട്ടി. നിറഞ്ഞ പുഞ്ചിരിയോടെ ഋഷി താലി കൈകളിൽ എടുത്തുകൊണ്ട് രുദ്രയുടെ നേർക്ക് നീട്ടി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കൊലക്കയറ് കഴുത്തിൽ മുറുകുന്ന പോലെ ഋഷിയുടെ താലി അവളുടെ കഴുത്തിൽ വീണു. അവൾക്ക് ദേഹമാസകലം പൊള്ളുന്ന പോലെ തോന്നി. എന്തോ നേടിയെടുത്ത ചിരിയോടെ നിൽക്കുന്ന അംബികയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞതും ഓടിക്കിതച്ച് വന്നുകൊണ്ട് നിറഞ്ഞ ചുവന്ന കണ്ണുകളോടെ അവൾ നോക്കുന്ന മഹിയാണ് കണ്ടത്. സകലതും നഷ്ടപ്പെട്ടവനെ പോലെ നിസ്സംഗതയോടെ അവൻ മണ്ണിൽ മുട്ടുകുത്തിയിരുന്നു. അവൾക്ക് അവന്റെ നോട്ടത്തെ താങ്ങാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. ഒരു കുറ്റവാളിയെപ്പോലെ അവൾ തലതാഴ്ത്തിയിരുന്നു. ഒടുവിൽ അഗ്നിക്ക് ചുറ്റും ഋഷിയുടെ കൈപിടിച്ച് പ്രദക്ഷിണം ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ അവനിലേക്ക് പാറി വീണു. കണ്ണുകൾ നിറഞ്ഞെങ്കിലും മുഖത്ത് നിസ്സംഗത മാത്രം തളം കെട്ടിയെന്ന് അവനെ വേദനയോടെ അവൾ നോക്കി. പലതും പറയാൻ അവളുടെ ഉള്ളം വെമ്പുന്ന പോലെ. ചടങ്ങുകളൊക്കെ ശുഭമായിട്ട് അവസാനിച്ചിരിക്കണു. ഇപ്പോൾ ഇവര് ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞു. പൂജാരി പറഞ്ഞ വാക്കുകൾ അസ്ത്രം കണക്കെ രുദ്രയുടെ ഹൃദയത്തിൽ തുളച്ച് കയറി. എല്ലാം ഇട്ടിട്ട് ഓടിപ്പോൻ പോലെ അവൾക്ക് തോന്നി. ആ പൂവിന്റെ മുഖം അവിടെയും അവളെ തോൽപ്പിച്ചു. എല്ലാ വേദനകളും കടിച്ചമർത്തി ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഋഷിയുടെ കരങ്ങൾ ആരും കാണാതെ അവളുടെ ഇടുപ്പിൽ കുസൃതി കാട്ടി നടന്നു. അത്യധികം അറപ്പോടെ അവ തട്ടിമാറ്റാൻ ഒരുങ്ങിയ രുദ്രയെ അംബിക ഒരു നോട്ടം കൊണ്ട് തളച്ചു. എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിന്ന അവൾക്ക് അടുത്തടിയുമായി അംബിക പ്രത്യക്ഷപ്പെട്ടു. രുദ്രക്ക് അവകാശപ്പെട്ട ഈ വീട്ടില് ഞാനും എൻ്റെ കുടുംബമാണ് ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം. അംബികയുടെ വാക്കുകളിൽ എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി. രുദ്ര അംബികയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞെങ്കിലും അവരവളെ പുച്ഛിച്ച് തള്ളി. അവളുടെ ഹൃദയത്തെ കൂടുതൽ കുത്തിനോവിച്ചത് ഒരു വാക്കുപോലും മറുത്തു പറയാതെ ആ വീട്ടിൽ നിന്നിറങ്ങുന്ന തൻ്റെ കുടുംബമാണ്. ചങ്ക് പൊട്ടും പോലെ തോന്നിയവൾക്ക് ഒരു വേള അംബികയെ കുത്തിമറത്താൻ പോലും അവൾക്ക് തോന്നിപ്പോയി. പക്ഷേ സാഹചര്യം അവളെ ഒരു പാവ കണക്കെ എല്ലാം നോക്കിക്കാണാൻ പ്രേരിപ്പിച്ചു. ഇത് നിനക്കായി കരുതി വെച്ചതാ. താലികെട്ടിന് ഒരു നിമിഷം മുമ്പെങ്കിലും നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന പ്രതീക്ഷയിൽ നെഞ്ചോട് ചേർത്തുകൊണ്ട് നടന്ന. ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നീ സൂക്ഷിച്ചോ. നിനക്കായുള്ള എൻ്റെ വിവാഹ സമ്മാനമായി കൂട്ടിയാൽ മതി. തോറ്റുപോയ എൻ്റെ പ്രണയത്തിൻ്റെ സ്മാരകമായി ഇതിരിക്കട്ടെ. ഇടറുന്ന സ്വരത്തോടെ പോക്കറ്റിലെ താലി പുറത്തേക്ക് എടുത്തുകൊണ്ട് മഹി പറഞ്ഞതും വിറക്കുന്ന കൈകളോടെ അവളത് വാങ്ങി. കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ പ്രണയത്തിൻ്റെ ആഴം അറിയുകയായിരുന്നവൾ. അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും തോറ്റു പോവുകയായിരുന്നവൾ. ഋഷിയുടെ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചതും അവൾ ഞെട്ടലോടെ തല ചെരിച്ചു നോക്കി. രുദ്രയെ തന്നോട് ചേർത്ത് നിർത്തി പുച്ഛത്തോടെ നിൽക്കുന്ന ഋഷിക്കൊരു മങ്ങിയ ചിരി സമ്മാനിച്ചുകൊണ്ട് അവൻ നടന്നകന്നു. അവനെ തന്നെ നോക്കുന്ന രുദ്രയെ ഞെട്ടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയ മഹിയെ പാഞ്ഞു വന്ന ഒരു ആംബുലൻസ് ഇടിച്ചു തെറിപ്പിച്ചു. മഹിയേട്ടാ! ആദ്യമായി അവളുടെ നാവിൽ നിന്നും അവന്റെ പേര് ഉതിർന്നു വീണു. മഹിയേട്ടാ! അവൾ അലറിക്കൊണ്ട് ചാടിയണീറ്റു. ചെന്നിയിൽ നിന്ന് വിയർപ്പൊഴുകി. അവൾ ബെഡിൽ നിന്ന് കിതച്ചുകൊണ്ട് ചുറ്റും നോക്കി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ സ്വയം പുലപ്പിക്കൊണ്ട് അവിടുന്ന് എണീറ്റ് മുറി തുറന്ന് മഹിയുടെ മുറിയിലേക്ക് ഓടി. ഉറക്കം വരാതെ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു മഹി. അവനെ കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. മഹിയേട്ടാ! അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചത് അവനൊന്ന് ഞെട്ടി. അവളിൽ നിന്ന് ആദ്യമായി അങ്ങനെ ഒരു വിളി കേട്ടതും അവിശ്വസനീയമായി അവൻ തിരിഞ്ഞു നോക്കി. ഐ ലവ് യു മഹിയേട്ടാ. എനിക്ക് നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല. എന്നെ വിട്ടെങ്ങും പോവല്ലേ. എനിക്ക് നിങ്ങളെ വേണം. ഐ ലവ് യു മഹിയേട്ടാ. എന്നെ ഋഷിയേട്ടൻ്റെ കൂടെ പറഞ്ഞേക്കല്ലേ. ഞാൻ മരിച്ചു പോവും. അവൾ വിരുമ്പിക്കൊണ്ട് പറയുന്ന കേട്ട് അവൻ വീണ്ടും ഞെട്ടി. താൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ, താൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ, താൻ സ്വപ്നം കണ്ട രംഗം ഇന്നിതാ സഫലമായിരിക്കുന്നു. അവൻ്റെ ഉൾമനസ്സ് മന്ത്രിച്ചു. ഐ ലവ് യു. അവൾ പദം പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തളർച്ചയോടെ വീണതും മഹി അവളെ താങ്ങിപ്പിടിച്ചു.
എന്നെ വിട്ടുകൊടുക്കല്ലേ മഹിയേട്ട. അവളെ മുറിയിൽ കിടത്തി തിരിഞ്ഞിടന്ന മഹിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും മഹി അവളെ തിരിഞ്ഞു നോക്കി. ഒരുപാട് വൈകിപ്പോയി രുദ്ര. അവളുടെ കൈ അടർത്തി മാറ്റി പുറത്തേക്ക് പോകുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുറത്തിറങ്ങിയ മഹി ഒന്ന് ചിരിച്ചുകൊണ്ട് അല്പം മാറിയെന്ന് അവനെ നോക്കി നഖം കടിക്കുന്ന 4 എണ്ണത്തിനെയും നോക്കി തംസപ്പ് കാണിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ഉറക്കം വരാഞ്ഞിട്ടാവണം അതിരാവിലെ തന്നെ രുദ്ര എണീറ്റു. അപ്പുവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ചിറങ്ങി മുടി തോർത്തിയ ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോക്ക് മുന്നിൽ നിന്നു. കണ്ണുകൾ അപ്പോഴും തോർന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വൈകിപ്പോയി രുദ്ര. അവന്റെ വാക്കുകൾ മനസ്സിലേക്ക് വരുംതോറും തൊണ്ടക്കുഴിയിൽ നിന്ന് നേരത്തെ വിതുമ്പൽ പുറത്തേക്ക് വന്നു. തന്നെ പ്രണയത്തോടെ മാത്രം നോക്കുന്ന ആ കണ്ണുകൾ ഇപ്പോൾ തനിക്ക് നേരെ നീളാറില്ലെന്നവൾ ഓർത്തു. മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. കണ്ണടച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ തൂക്കിയ ഭിത്തിയോട് തല ചേർത്ത് ചാരി നിന്നു. കണ്ണിൽ നിന്നും ധാരധാരിയായി കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഭിത്തിയിൽ ചാരിയിരുന്നുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നുകൊണ്ട് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു. ഏറെ നേരം അവൾ ഏങ്ങി കരഞ്ഞു. കരഞ്ഞു തളർന്നവൾ ഭിത്തിയോട് തല ചേർത്തിരുന്നു. ആരോ മുറിയിലേക്ക് വരുന്നതറിഞ്ഞതും രുദ്ര കണ്ണ് രണ്ടും അമർത്തി തുടച്ചുകൊണ്ട് എണീറ്റു. മുത്തശ്ശിയായിരുന്നത്. ഇന്നലെ വരെ മൂടിക്കെട്ടിയിരുന്ന ആ മുഖത്ത് ഒരു തെളിച്ചം വന്ന പോലെ അവൾക്ക് തോന്നി. കയ്യിലൊരു പഴയ പെട്ടിയുണ്ടായിരുന്നു. മുത്തശ്ശിയെ കണ്ടതും അവൾ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഈ ആഭരണങ്ങൾ അണിഞ്ഞു വേണം മണ്ഡപത്തിലേക്ക് കയറാൻ. ഞാനും മുത്തശ്ശനും ദേവിക്ക് വേണ്ടി ആശയോടെ പണിയിപ്പിച്ചതായി ഇതൊക്കെ. ഇന്നും ഇതിൻ്റെ മാറ്റ് കുറഞ്ഞിട്ടില്ല. വാങ്ങിയതൊക്കെ അവിടെ ഇരിക്കട്ടെ. നാളെ ഇത് അണിഞ്ഞാൽ മതി. മുത്തശ്ശിയുടെ ആഗ്രഹമായതേ. ആ പെട്ടി അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് മുത്തശ്ശി അവളുടെ തലയിൽ തലോടിയതും അവൾ നേരത്തെ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. ഉള്ളൊന്നുറുങ്ങുന്ന വേദനയിലും മുത്തശ്ശിക്ക് മുന്നിൽ നിയന്ത്രിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. പിന്നീട് നടന്നൊക്കെ അവൾ അമ്പരപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഈ വിവാഹത്തെ എതിർത്തിരുന്ന ഫിദയും കിച്ചുവും അവൾ ആഘോഷമായി അണിയിച്ചൊരുക്കി. കലവില കൂട്ടി പരസ്പരം തമാശ പറഞ്ഞ് കളിച്ചിരിയോടെ അവളെ ഒരുക്കുന്ന അവരെ നിർവികാരതയോടെ അവൾ നോക്കിയിരുന്നു. അവരിലായിരുന്നു അവളുടെ അവസാനത്തെ പ്രതീക്ഷ. അതുമില്ലാതെയായി. കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതിനൊക്കെ പുറമെ അവളുടെ വിവാഹത്തിന്റെ ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന മഹി അവളുടെ ഉള്ളം നോവിച്ചു. ചിരിയോടെ ഓരോന്ന് നോക്കിയും കണ്ടും ചെയ്യുന്ന അവനെ കാണുക അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. താനായിരുന്നു തെറ്റ്. കണ്ടതും കേട്ടതൊക്കെ സത്യമാണെന്ന് കരുതി. മഹിയേട്ടൻ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് മറ്റാരും തന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വിശ്വസിച്ച ഞാനാണ് തെറ്റുകാരി. ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ മഹിയേട്ടന് കഴിഞ്ഞെങ്കിൽ എന്നോടുണ്ടായിരുന്ന ആ പ്രണയം സത്യസന്ധമാണോ? മനസ്സിലേക്ക് പല ചിന്തകളും വന്നു. തല പെരുകുന്ന പോലെ അവൾക്ക് തോന്നി. ഇല്ല, ഇനി ഒരിക്കലും മഹിയേട്ടനോർത്ത് കരയരുത്. താനിന്ന് മറ്റൊരുത്തന്നെ താനിക്ക് മുമ്പിൽ കഴുത്ത് നീട്ടേണ്ടവളാണ്. മനസ്സുകൊണ്ട് പോലും വഞ്ചന കാണിക്കാൻ പാടില്ല. ഇതാണ് തൻ്റെ വിധി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൾ നിശ്ചയദാർഢ്യത്തോടെ തുടച്ചു മാറ്റി. മുഖത്ത് പുഞ്ചിരി വരുത്തി. എല്ലാവരെയും നോക്കി മനോഹരമായിട്ട് അവൾ പുഞ്ചിരിച്ചു. അല്ലുവും സൂര്യയും കിച്ചുവും ഫിദയും ഒരേ കളർ ഡ്രസ്സിൽ ഒരുങ്ങിയിറങ്ങി. മഹി അവിടെയെങ്കിലും കാണുന്നില്ലായിരുന്നു. ഹേമ വന്ന് അവളെ കണ്ണു നിറച്ച് കണ്ടു. നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് നിറക്കണ്ണുകളോടെ അവളെ കെട്ടിപ്പിടിച്ചു. മുതിർന്നവർക്ക് ദക്ഷിണ വെച്ചുകൊണ്ട് അവൾ സത്യന്റെ കൈ പിടിച്ച് വീടിന് മുന്നിൽ ഒരുക്കിയ മണ്ഡപത്തിലേക്ക് കയറി. മണ്ഡപത്തിന്റെ ഒരു വശത്ത് വിതുമ്പലോടെ ഇരിക്കുന്ന അച്ചമ്മയുടെ കാലിൽ തൊട്ട് അവൾ അനുഗ്രഹം വാങ്ങി. ഋഷി ലോകം പിടിച്ചിറക്കിയ സന്തോഷത്തിൽ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട്. രുദ്രം മുതിർന്നവരെ വണങ്ങിക്കൊണ്ട് ഋഷിയുടെ അടുത്തായി വന്നിരുന്നു. പൂജാരി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അഗ്നിയിലേക്ക് എന്തൊക്കെയോ തൂവി. രുദ്രയെ നോക്കി പൂച്ചച്ചിരിയോട് നിൽക്കുന്ന അംബികയെ നോക്കി കിച്ചുവും ഫിദയും ഗൂഢമായി ചിരിച്ചു. മുഹൂർത്ത സമയമായിരിക്കണു, ഇനി താലി ചാർത്തിക്കോളൂ. പൂജാരി പറഞ്ഞതും അംബിക ഉത്സാഹത്തോട് ഓടി വന്ന് താലിയെടുത്ത് ഋഷിക്ക് കൊടുത്തു. അവൻ പുഞ്ചിരിയോടെ അത് വാങ്ങി രുദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.